113ാമത്തെ മണ്ഡലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ചരിത്രവും സംസ്കാരവും ആയോധന കലയും ഒത്തുചേർന്ന വിപ്ലവ ഭൂമിയിലേക്കാണ് ആദ്യം പോകുന്നത്. വടകര. പതിറ്റാണ്ടുകളായി സോഷ്യലിസ്റ്റുകളുടെ തട്ടകമായിരുന്ന മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചിത്രം മാറിത്തുടങ്ങിയത് ടി.പി. ചന്ദ്രശേഖരൻ വധത്തിന് ശേഷമാണ്. 2016 ഒറ്റയ്ക്ക് മത്സരിച്ച RMP കഴിഞ്ഞ തവണ UDF പിന്തുണയോടെ മണ്ഡലം പിടിച്ചെടുത്തു. സിറ്റിംഗ് MLA KK രമ രണ്ടാം അംഗത്തിനിറങ്ങുമ്പോൾ മണ്ഡലം തിരിച്ചുപിടിക്കാൻ LDF കളത്തിലിറക്കിയിരിക്കുന്നത് RJD നേതാവ് MK ഭാസ്കരനെയാണ്. കഴിഞ്ഞ തവണ 10,000-ലധികം വോട്ട് നേടിയ NDA ശക്തമായ പ്രചാരണവുമായി രംഗത്തുണ്ട്. അഡ്വക്കേറ്റ് K ദിലീപാണ് സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥികളും ഒപ്പം ന്യൂസ് ഡയറക്ടർ വേണു ബാലകൃഷ്ണനും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലെ. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വിപ്ലവത്തിന്റെ വളക്കൂർ ഇഴുകിച്ചേർന്നിരിക്കുന്ന മണ്ണ്, ഒപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഹോട്ട് സീറ്റുമാണ്. കാരണം ഫലം വരാൻ പോകുന്നത് വടകരയുടെ മണ്ണിൽ ചോര വീണ ദിവസമാണല്ലേ. തീർച്ചയായിട്ടും അത് രമ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഇത് പിണറായിക്കുള്ള സന്ദേശമാണ്, ഇടതുപക്ഷ സർക്കാരിനുള്ള സന്ദേശമാണ്, CPM-നുള്ള സന്ദേശമാണ്. അതാണ് 2026 മെയ് 4 വരാൻ പോകുന്ന വിധിയെന്ന്. 2016 മെയ് 4 സുജയ പാർവതി ഓർമ്മിപ്പിച്ചതുപോലെ 2012 മെയ് 4 സുജയ പാർവതി ഓർമ്മിപ്പിച്ചതുപോലെ 52 വെട്ടേറ്റ് ഈ ടി.പി. ചന്ദ്രശേഖരൻ VS-ന്റെ വാക്ക് പറഞ്ഞാൽ ധീര രക്തസാക്ഷിയായത് അല്ലേ. ആ മണ്ണിൽ നിന്ന് ഒരിക്കൽ കൂടി രമ ഈ പറയുന്ന CPM-നെ നേരിടുകയാണ്. ഒരു സംശയവുമില്ല, രമയ്ക്ക് തന്നെയാണ് ആ മണ്ഡലത്തിൽ മുൻതൂക്കം. 77 മുതൽ സോഷ്യലിസ്റ്റുകൾ കുത്തകയാക്കി വെച്ചിരിക്കുന്ന മണ്ഡലമാണ്. അതിനു മുൻപും അത്തരമൊരു പാരമ്പര്യം തന്നെയാണ്. സുജയ പാർവതിക്ക് അറിയുന്ന പോലെ സോഷ്യലിസ്റ്റ് ചേരി പല പേരുകളിൽ പല മുന്നണികളിൽ നിന്ന് മത്സരിക്കുമ്പോഴും അവർക്ക് തന്നെയാണ് വിജയം. അതിപ്പോൾ JDU ആയാലും JDS ആയാലും SJD ആയാലും RJD ആയാലും ലോകതാന്ത്രിക് ആയാലും ഒക്കെ അല്ലേ. കേരള കോൺഗ്രസിനെ പോലെ തന്നെ പല ഘടകങ്ങളായി പലയിടത്ത് ചേർന്ന് കിടക്കുന്നവരാണ്. അതെ. പക്ഷെ ഇത്തവണ ഒരു പ്രത്യേകത ഉള്ളത്, ഈ തെരഞ്ഞെടുപ്പിൽ RMP മാത്രമല്ല CPM-നെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്നത്. CPM-നെ വെല്ലുവിളിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിൽ പല മുതിർന്ന നേതാക്കൾ നിൽക്കുകയാണ്. TK ഗോവിന്ദനായാലും കുഞ്ഞികൃഷ്ണനായാലും എന്തിന് G സുധാകരനായാലും പിന്നെ താരതമ്യേന ജൂനിയർ ആണെങ്കിലും രമ പറയുന്നത് TP-യുടെ തുടർച്ച എന്നാണ്. ഇവിടെ ഇപ്പോൾ തന്റെ രാഷ്ട്രീയ നിലപാടുകൾ, വികസന പാരമ്പര്യം ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് KK രമ ഇപ്പോൾ അംഗത്തിന് ഇറങ്ങുന്നത്. നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ സോഷ്യലിസ്റ്റ് പാരമ്പര്യവുമായിട്ടാണ് ഭാസ്കരൻ എതിരാളി കരുത്തോടെ മറുഭാഗത്ത് നിൽക്കുന്നത്. ഇക്കുറി അംഗം എളുപ്പമാണോ? എളുപ്പമാണ്. കാരണം രമയ്ക്ക് തന്നെയാണ് അതിനകത്ത് മുൻതൂക്കമുള്ളത്. അതിനു മുമ്പ് ഈ സോഷ്യലിസ്റ്റ് പാരമ്പര്യം പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേകത, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ലൈവത്തോണിലും ഈ പറയുന്ന ഫലം പ്രഖ്യാപനം നടത്തുന്ന സർവേയിലുമൊക്കെ സംസാരിക്കുമ്പോൾ പല മണ്ഡലങ്ങളിലും 77-ലും കോൺഗ്രസ് ജയിച്ചത് നാം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും കേരളം മാത്രം എന്തേ അങ്ങനെ ചിന്തിച്ചുവെന്ന്. എന്നാൽ മാതൃകാപരമായി കേരളത്തിൽ 77-ലും ചിന്തിച്ച മണ്ഡലമാണ് വടകര. അത് സോഷ്യലിസ്റ്റ് ചേരിയിൽ തന്നെ നിന്നു. ദേശീയ തലത്തിൽ സോഷ്യലിസ്റ്റ് സഖ്യം എങ്ങനെയാണോ ഈ പറയുന്ന ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയ ഇരുണ്ട കാലത്തെ അതിജീവിക്കണമെന്ന സന്ദേശവുമായി മുന്നേറിയത്, അതിന്റെ പ്രതിധ്വനി വടകരയിലും മുഴങ്ങിയതാണ്. ആ മണ്ണിൽ പിന്നെ ഒരു രക്തസാക്ഷി ആണ് ടി.പി. ചന്ദ്രശേഖരൻ. അതിനുശേഷം രമ അവിടെ 2016 മത്സരിക്കുന്നു. 20,000-ലധികം വോട്ടുകൾ ഒറ്റയ്ക്ക് നേടുന്നു. ആ രമ പിന്നീട് UDF-ന്റെ കൂടെ പിന്തുണയുടെ കൂടുതൽ കരുത്തോടുകൂടി അതാണ് 2016 നമുക്ക് സ്പീഡോമീറ്ററിലേക്ക് സ്പീഡിൽ പോകാം. 2016 താങ്കൾ സൂചിപ്പിച്ചതുപോലെ LDF-ന് 9,500 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന അതേ വടകരയിൽ KK രമ 2021 7,491 വോട്ടിന് വിജയിച്ച സാഹചര്യം ഏതെങ്കിലും തരത്തിൽ മാറ്റാൻ ഭാസ്കരന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കൈമാറി വരുമ്പോൾ അത് സാധിക്കുന്നുണ്ടോ എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് സ്പീഡോമീറ്ററിനെ സ്വാഗതം ചെയ്യാം. എന്താണ് ഈ ടാലിയിലേക്ക് 113ാമത്തെ മണ്ഡലമായ വടകര കൂട്ടിച്ചേർക്കാൻ പോകുന്നത്? അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയില്ല. താങ്കൾ പറഞ്ഞതുപോലെ UDF-നൊപ്പം KK രമയ്ക്കൊപ്പം. ഇനി അറിയേണ്ടത് 7,491 ഇരട്ടിയാകുമോ? കാരണം വാശി ഇത്തവണ കൂടുതലാണ്. ഫലം വരുന്ന ദിവസത്തെക്കുറിച്ച് രമ പറഞ്ഞത് വെറുതെയല്ല. RMP ഒരു ഒറ്റപ്പെട്ട പ്രതിഭാസമല്ല എന്നൊരു പക്ഷേ കേരള രാഷ്ട്രീയം ഈ തവണ തെളിയിക്കാൻ പോകുന്ന സന്ദർഭം കൂടിയാകാം. കാരണം ഇന്നലത്തെ നമ്മുടെ സർവേയിൽ പറയുന്നത് ആര് ജയിക്കുമെന്നാണ്. TI മധുസൂദനൻ വീഴും പയ്യന്നൂരിൽ, V കുഞ്ഞികൃഷ്ണൻ മേൽക്കൈയെന്നാണ്. അങ്ങനെ വരുമ്പോൾ അതൊരു വലിയ രാഷ്ട്രീയ ചുവരെഴുത്താണ്, CPM-ന് ആശങ്കയുണ്ടാക്കുന്നതാണ്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാകാം ഒരുപക്ഷെ ഇന്ന് MA ബേബി പറഞ്ഞത് കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യും, കേരളത്തിൽ നിന്ന് മുതിർന്ന നേതാക്കൾ അടക്കം എങ്ങനെയാണ് ഈ പാർട്ടി വിട്ട് പോകുന്നത് എന്ന്, തിരുത്തൽ പ്രക്രിയ വേണ്ടിവരുമെന്ന്. അപ്പോൾ ആദ്യം ഒരുപക്ഷെ വടകരയിലൂടെയും പയ്യന്നൂരിലൂടെയും ഒക്കെ ഈ CPM-നെ തിരുത്തും ജനത. അതിനുശേഷം CPM എല്ലായ്പ്പോഴും സംഭവിക്കുന്ന പോലെ സ്വയം തിരുത്താൻ തയ്യാറാകും. ശരി, തിരുത്താനായിട്ട് ഉറപ്പിച്ച KK രമ നിന്ന് തുടങ്ങി വർഷങ്ങളായി. TP തന്നെ ഒരു തിരുത്തൽവാദിയായി തന്നെ പാർട്ടിക്കുള്ളിൽ വന്നയാളാണ്. അതിനുശേഷമാണ് വെട്ടേറ്റ് വീഴുന്നതും. ഇവിടെ NDA പിടിക്കുന്ന വോട്ടുകൾ അവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് അഭിഭാഷകൻ എന്ന നിലയിൽ വടകരയിൽ പരിചിതനായ അഡ്വക്കേറ്റ് K ദിലീപിനെയാണ്. NDA കൊണ്ടുപോകുന്ന വോട്ടുകൾ രമയിലേക്ക് TP-യുടെ വധത്തിന് ശേഷം വന്ന ആ അനുകൂല തരംഗത്തിലെ കുറെ വോട്ടുകളെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ അത് ഇടതുപക്ഷത്തിന് ഏതെങ്കിലും തരത്തിൽ ഗുണകരമാകുമോ എന്നൊരു ചോദ്യം കൂടി അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും നിലവിൽ ചിരി UDF ക്യാമ്പിലാണ്. വടകരയിൽ UDF വിന്നിംഗ് എന്നുള്ളതാണ് സർവേയുടെ പ്രവചനം.